സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. മതി. ഇന്ന് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അവസാന ദിവസമാണ്. എന്തേലും ജീവിതത്തിൽ എന്തേലും ചെറിയ കണിക പോലെ പറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി. ഉപവാസത്തിലും പ്രാർത്ഥനയിലും മനുഷ്യൻ്റെ ജീവിതത്തിൽ, ആത്മീയരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? മാറ്റം. എന്തിനു മാറ്റം വരണം? എന്തിനു മാറ്റം വരണം? ഒന്ന് പറഞ്ഞേ. സ്വഭാവത്തിന് മാറ്റം വരണം. സ്വഭാവത്തിന് മാറ്റം വരണം. ചിന്തകൾക്ക് മാറ്റം വരണം. ഇടപെടലുകൾക്ക് മാറ്റം വരണം. സംസാരത്തിന് മാറ്റം വരണം. പ്രവൃത്തികൾക്ക് മാറ്റം വരണം. ആമേൻ. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനർത്ഥത്തിന്റെ ന്യായവിധി മാറിപ്പോയത് ദൈവം നോക്കിയപ്പോൾ അവരുടെ ദുർമാർഗം വിട്ടു പിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളാൽ യഹോവയായ ദൈവം കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. അവർക്ക് പിന്നത്തേതിൽ വരുത്തിയതുമില്ല. അങ്ങനെയല്ലേ ബൈബിൾ വായിക്കുന്നത്? ആമേൻ. 1,00,000 ചില്ലാനും വരുന്ന ആമേൻ നീനവേ പട്ടണക്കാരുടെ ഹൃദയത്തിൽ മാറ്റം വന്നെന്ന് ദൈവം കണ്ടു. ഇന്ന് ഫൈനൽ ദിവസമാണ്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങള് 13 സെക്ഷനിലായിട്ട് ആമേൻ 12 സെക്ഷനിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ആധികാരികത ജീവിതത്തിന്മേൽ പ്രാവർത്തികമായിട്ടുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ജീവിതത്തിനൊരു മാറ്റം വരണം. അവരുടെ പ്രവർത്തികളാൽ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തു പോകേണ്ടിരുന്നത് പോലെ തന്നെ ആമേൻ ഈ ആഴ്ചയിലും വരുന്ന ആഴ്ചയിലും ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിച്ചില്ല എന്ന് പരാതി പറയരുത്. മറിച്ച് അന്നുണ്ടായതിലും ഒരു മാറ്റം ഇന്നെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അന്നുള്ള സംസാരമല്ല ഇന്നെൻ്റെ നാവിലുള്ളത്. അന്നുള്ള പ്രവൃത്തിയല്ല ഇന്നെൻ്റെ നാവിലുള്ളത്. ആമേൻ. ആമേൻ. എൻ്റെ അന്നത്തെ കോപമല്ല ഇന്ന് ആമേൻ ഞാൻ കോപിക്കുന്നേയില്ല. മാറ്റം വരണ്ടേ? വരണോ? എല്ലാവരും പറഞ്ഞില്ലല്ലോ. വരുത്തണം കേട്ടോ. മാറ്റം വരുത്തണം. സ്തോത്രം. ആമേ. ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വാക്യം ഒന്നും കൂടി വായിച്ചേ. ആമേ. സ്തോത്രം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ. ഒന്ന് നിർത്തണേ മോളെ. ഒന്നും കൂടി ഞാൻ വായിക്കുകയാണ്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ. ഒന്ന് കൂടെ ഒന്ന് പറയാമോ? അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട്. അപ്പൊ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് ആരെ കൊണ്ടാ? നീതിമാന്മാരെ കൊണ്ടാണോ? പിന്നെ സ്തോത്രം. ആമേ. അതിന്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 10-ാം വാക്യം. ആമേ. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ. അപ്പൊ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത് ആരെ കൊണ്ടാ? ഒരു തെറ്റ് ചെയ്തിരുന്നവൻ തെറ്റ് തിരുത്തി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവൻ തെറ്റിൽ തന്നെ ഇരുന്ന് ആമേൻ ഒരു മാനസാന്തരവും വരാതെ 21 അല്ല 40 എന്നല്ല 400 ദിവസം ഉപവസിച്ചെന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രസാദം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. മറിച്ച് തെറ്റേറ്റു പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ ഒരു വിടുതലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുകയാണ്. എന്തേറ്റു പറയണം? തെറ്റേറ്റു പറഞ്ഞ്. അതിന് യേശു ഈ അധ്യായത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. പല തവണ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു വാക്യമാണ്. യേശു ഈ അധ്യായത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. ഒരപ്പന്
2 മക്കളുണ്ടായിരുന്നു. ആമേ, 2 മക്കളിൽ ഒരുത്തൻ അപ്പൻ്റെ വസ്തുവകകൾ അപ്പനിൽ നിന്ന് അവകാശം പറഞ്ഞു വാങ്ങിച്ച് അവൻ ദൂരദേശത്തേക്ക് വ്യാപാരത്തിനായി കടന്നു പോകുകയാണ്. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, ഇവന് അന്ന് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. അവൻ്റെ കയ്യിൽ കുറെ നന്മയുണ്ട്, അവൻ്റെ കയ്യിൽ കുറെ അനുഗ്രഹമുണ്ട്. ആമേൻ, സ്വന്തം ബിസിനസ് ചെയ്ത് ജീവിക്കാൻ അപ്പൻ സമ്പാദിച്ച സമ്പാദ്യവുമായിട്ട് കടന്നു പോകുന്ന ഒരു മകൻ. അവൻ ഏറിയ നാളുകൾ അപ്പനിൽ നിന്നകന്ന ആമേൻ ദൂരത്ത് കടന്നുപോയി. ആമേൻ, സ്തോത്രം, ബിസിനസ് ചെയ്ത് ജീവിക്കുകയാ. പക്ഷെ കയ്യിലെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. കേട്ടോ പ്രിയ മക്കളെ, അപ്പനെയും അമ്മയെയും വേദനിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും നന്മയാണ് ഇന്ന് നമ്മുടെ കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ 100-ൽ 150% വിളിച്ചു പറയും, അത് നമുക്ക് നിലനിൽക്കത്തില്ല. ആമേൻ. സങ്കടത്താൽ അരുത്, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം. അങ്ങനെയല്ലേ വാക്യം? അങ്ങനെയല്ലേ വാക്യം? ഒരുത്തൻ വളരെ ദുഃഖത്തോടുകൂടി, അവന് താല്പര്യമില്ല, പക്ഷേ നിർബന്ധം നിമിത്തം ആമേശ്വതം അവനത് വിറ്റുകൊടുക്കേണ്ടതായ സാഹചര്യം വരികയാ. അങ്ങനെയെങ്കിൽ അങ്ങനെ പിടിച്ചെടുത്തിരിക്കുന്ന നന്മകൾ നമ്മുടെ കരത്തിലുണ്ടെങ്കിൽ പ്രിയമക്കളെ, ഇന്നല്ല 10 നാൾ കഴിയുമ്പോൾ അത് നമ്മുടെ കരത്തിൽ നിന്ന് ശൂന്യമായി തീരും. അത് നമ്മുടെ കരത്തിൽ നിലനിൽക്കത്തില്ല. അർഹതപ്പെട്ടതേ നിലനിൽക്കത്തുള്ളൂ, അർഹതയില്ലാത്തത് ഒഴുകിപ്പോകും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മകൻ, അവൻ സമ്പാദിച്ചതാണോ? അപ്പന്റെ സമ്പത്താ. തനിക്ക് ലഭിക്കേണ്ടതിൽ ഒരു ഭാഗം ഇവൻ അപ്പനിൽ നിന്ന് എഴുതി വാങ്ങിച്ച് അവൻ കടന്നു പോകുകയാ. ഞാൻ പറയുന്നത് പ്രിയമക്കളെ, ഇവൻ എത്ര വാങ്ങിച്ചു കൊണ്ടുപോയെന്നാലും അപ്പന്റെ നന്മ തീർന്നില്ല. അവിടെ വലിയൊരു ചരിത്രം കിടക്കുന്നുണ്ട്. ഇവൻ കൊണ്ടുപോയതിന്റെ ഇരട്ടിയായിട്ട് അപ്പന് സ്വർഗം പിന്നെയും കൊടുത്തു. സ്വതം അർഹതപ്പെട്ടതാണെങ്കിൽ അല്പമേ നിന്റെ കരത്തിലുള്ളൂ, അതുകൊണ്ട് വർദ്ധിപ്പിച്ചെടുക്കുക. പരിശുദ്ധ ദൈവം ഇന്ന് പകൽക്കാലം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നിന്റെ ജീവിതത്തിലെ ഒരു നന്മ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ പരിശുദ്ധ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. കേട്ടോ പ്രിയമക്കളെ, അർഹതപ്പെട്ട ഒരല്പമേ ഉള്ളൂ, ഒരു 10 രൂപയേ ഉള്ളൂ, ഒരു 10ന്റെ കോയിനായിരിക്കാം. ആമേശ്വതം അർഹതപ്പെട്ടതാണോ? കർത്താവേ, എന്റെ കരത്തിൽ ഇതേ ഉള്ളൂ, നിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ മുകളിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാൻ, വർദ്ധിപ്പിച്ചെടുക്കാൻ സർവശക്തനായ ദൈവം നിന്റെ കരത്തെ ബലപ്പെടുത്തും. ഈ ദിവസങ്ങളില് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കേട്ടോ പ്രിയമക്കളെ, ഇന്ന് നമ്മുടെ വിടുതലിന്റെ ദിവസമാണ്. ബ്ലോക്കായി കിടക്കുന്ന ചില വഴികളെ ദൈവം തുറക്കും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിൽ, തൊഴിലിൽ മുടങ്ങിക്കിടക്കുന്ന ചില നന്മകൾ, ബ്ലോക്കായി കിടക്കുന്ന ചില നന്മകൾ, അനുഗ്രഹത്തിന്റെ ചില വിടുതലുകൾ തടസ്സപ്പെട്ടിരിക്കുന്നത് ഇന്ന് സ്വർഗത്തിലെ തുറക്കാൻ പോകുകയാ. പക്ഷെ ഒരു വ്യവസ്ഥ എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. എന്തിന്? നിന്റെ ഹൃദയത്തിന്, നിന്റെ മൈൻഡിന്, നിന്റെ മനസ്സിന്, നിന്റെ പ്രവർത്തികൾക്ക്. തയ്യാറാണോ? സ്തോത്രം. 10 ദിവസം വേണ്ട, ഒരൊറ്റ സെക്കൻഡ് മതി. നിന്റെ നിലവാരത്തിന് മാറ്റം വരുത്തും. വിളിച്ചു പറയുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ വചനത്തിന് ശക്തിയുണ്ട്. 100 ദിവസങ്ങൾ വേണ്ട, സെക്കൻഡുകൾ മതി. ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകട്ടെ. അതല്ല, എന്റെ സ്വഭാവത്തിനൊന്നും ഞാൻ മാറ്റം വരുത്തുന്നില്ല. നിക്കോദമോസ് യേശുവിനോട് പറഞ്ഞു, ഞാൻ ഇത്രയും പ്രായമുള്ള മനുഷ്യൻ ഇനിയും വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കണമെന്നാണോ റബ്ബി നീ പറയുന്നത്? ഞാൻ ഇനിയും കുഞ്ഞായിട്ട് അങ്ങനെ ജനിക്കണമെന്നാണോ? പാസ്റ്റർ എന്താ പറയുന്നത്? പാസ്റ്റർ, ഞങ്ങൾക്ക് ഇത്രയും പ്രായമൊക്കെ ഉണ്ട്, ഞാൻ ശീലിച്ചു പോകുന്നത്, എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. മാറ്റണ്ട. പ്രൈസ് അല്ലാഹ്. മാറ്റം വന്നില്ലെങ്കിൽ ദൈവവും നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തത്തില്ല. മാറ്റം വരാത്ത ഹൃദയവുമായിട്ടിരിക്കുന്ന വ്യക്തിത്വം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നീ നിന്റെ ജീവിതത്തിൽ ഭൗതികമായ മാറ്റം ആഗ്രഹിക്കരുത്. പ്രൈസ് അല്ലാഹ്. സ്വഭാവത്തിന് മാറ്റം എന്ത് ചെയ്യത്തില്ല? സ്വഭാവത്തിന് മാറ്റം വരുത്തത്തില്ല. പക്ഷെ ഭൗതികമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞേ. മരണം വരുത്തോ? ആമസ്തോത്രം. ഒന്നില്ലെങ്കിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത. അങ്ങനെ തന്നെയാ.
ഉപ്പുറവിൽ നിന്ന് മധുരം ഒരിക്കലുമില്ല. ഉപ്പുറവിൽ നിന്ന് മധുരം പുറപ്പെടുവത്തില്ല. മധുരമാണെങ്കിൽ മധുരം, ഉപ്പാണെങ്കിൽ ഉപ്പ്. ഹല്ലേലൂയ. ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴം പറിക്കാൻ പറ്റത്തില്ല കേട്ടോ. മാറ്റം വന്നാൽ ദൈവവും മാറ്റം വരുത്തും. ദയാലുവോട് വക്രനോട് ദൈവത്തിന്റെ വചനമാണ്. അപ്പോ അപ്പന്റെ സമ്പത്ത് അപ്പനിൽ നിന്ന് പിടിച്ചെടുത്ത് കടന്നു പോകുന്ന ഒരു മകൻ, അവൻ കരുതി എല്ലാമായി തികഞ്ഞു, ഈ നന്മ കൊണ്ട് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാമെന്ന് കരുതി. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വളർച്ചകൾ തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സക്സസ് ആയി മാറുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ബിനു പൗലോസ് ഒരു പ്രാവശ്യം നമ്മുടെ അടുക്കൽ കടന്നു വന്നപ്പോൾ താൻ 2 കാര്യങ്ങൾ പറഞ്ഞു. 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു തയ്യക്കാരൻ്റെ, കേട്ടില്ലേ നിങ്ങൾ? പിന്നെ ഒന്ന് ഒരു ഡ്രൈവറിൻ്റെയും കാര്യം പറഞ്ഞു. അപ്പോൾ തയ്യക്കാരൻ സ്വതം പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒരു തയ്യൽ കടയുണ്ട് ഇദ്ദേഹത്തിന്. ആ തയ്യൽ കടയിൽ താൻ പറയുന്നത്, എനിക്ക് ബിസിനസ് കിട്ടുന്നില്ല, അപ്പുറത്തെ കടക്കാരൻ തനിക്ക് വേണ്ടി ആഭിചാരം ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പുറത്തെ കടക്കാരൻ തനിക്ക് വേണ്ടി ആഭിചാരം ചെയ്യുന്നുണ്ട്, മന്ത്രവാദം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പാസ്റ്റർ എനിക്ക് കടയിൽ കച്ചവടം കിട്ടുന്നില്ല. പാസ്റ്റർ വന്ന് എന്ത് ചെയ്യണം? ഒന്ന് കടയിൽ വന്ന് പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. ഈ മനുഷ്യൻ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ പാസ്റ്റർ കടന്നു ചെന്നു. അപ്പോൾ നല്ല കടയൊക്കെയാ, നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് ചില്ലൊക്കെ ഇട്ട് എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു കടയാണ്. നല്ല മെഷീനുകളൊക്കെ ഉണ്ട്. ആമേൻ, സ്തോത്രം. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ആ കടക്കകത്തുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഇദ്ദേഹം ചെന്ന് പ്രാർത്ഥിച്ച് ആമേൻ, സ്തോത്രം, ഒരു പാൻറ്റിൻ്റെ പീസ് മേടിച്ചിട്ട് കൊടുത്തു. എനിക്കൊരു പാൻറ്റ് എന്ത് ചെയ്യണം? തയ്ച്ചു തരണം. അങ്ങനെ താൻ പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പാൻറ്റ് എന്ത് ചെയ്തു? തയ്ച്ചു കൊടുത്തു. അപ്പോൾ ഒരു കാല് ചെറുതും ഒരു കാല് വലുതും. പ്രൈസ് ദി ലോർഡ്. ദൈവാസം തിരിച്ചു എന്നിട്ടും പറഞ്ഞു, ആഭിചാരത്തിൻ്റെ കുഴപ്പമില്ല, മന്ത്രവാദത്തിൻ്റെ കുഴപ്പമില്ല, തനിക്ക് തയ്ക്കാൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് കച്ചവടം കിട്ടാത്തത്. ഒരു പ്രാവശ്യം പോണവൻ പിന്നെ പരിസരത്തേക്ക് പോകത്തില്ല. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ. നമ്മൾ പറഞ്ഞ പോരാട്ടമാ ഭാഷേ. എടാ, നിന്റെ ജീവിതത്തിലെ പോരാട്ടം നീ ഒന്ന് മാറ്റ്. നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ചില സമയങ്ങളിലൊക്കെ നീ ആളുമാറുന്നവനെ പോലെ ആകത്തില്ലേ? നിന്റെ സ്വഭാവം കുഞ്ഞാടല്ലല്ലോ. എന്ത് സംഭവമായി മാറും? ചെന്നായി, ഇവിടെ കരടി, കടുവ, ആമേൻ, സ്തോത്രം, ഇറ്റപ്പുലി, ആമേൻ, സ്തോത്രം. പലരൊക്കെ പറയും, ആമേൻ സഹോദരി, ഇവിടത്തെ ചരിത്രം ഇവിടെ ചോദിച്ചാൽ മതി. ആമേൻ, സ്തോത്രം. ഇവിടത്തെ ചരിത്രം ഇപ്പുറത്തും ചോദിച്ചാൽ മതി, കറക്റ്റായിട്ട് പറയും. ആമേൻ, സ്തോത്രം. ഇതിന് മാറ്റം വരാതെ, ഇതിന് ഇന്ന് മാറ്റം വരണം. റെഡിയാണോ? ഞാൻ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രിയിലും ഇന്ന് വെളുപ്പിനും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ വിളിച്ചു പറയുന്നത്, പരിശുദ്ധാത്മാവ് തന്നൊരു ദൂത, അടഞ്ഞു കിടക്കുന്ന ചില വഴികളെ പരിശുദ്ധ ദൈവം ഇന്ന് പകൽക്കാലം തുറന്നു തന്ന് നിന്റെ ബിസിനസ് മേഖലകൾ, നിന്റെ തൊഴിൽ മണ്ഡലങ്ങൾ, അതിനെല്ലാത്തിലും ഒരു അഭിവൃദ്ധി പരിശുദ്ധ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. ബ്ലോക്കായി കിടക്കുന്ന ദൈവം തുറക്കാൻ പോകുക, അടഞ്ഞു കിടക്കുന്ന ദൈവം തുറക്കാൻ പോകുകയാ. വഴി വെട്ടി തുറക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരം, പർവ്വതമാണെങ്കിലും മലയാണെങ്കിലും അതിൽ പേരുവഴി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ ചിലത് തുറക്കാൻ പോകുകയാ. അപ്പോ പ്രാർത്ഥിച്ച ദൈവദാസന് മനസ്സിലായി, ഇത് അപ്പുറത്തെ കിടക്കാൻ എന്ത് ചെയ്യുന്നതല്ല, ആഭിചാരം ചെയ്ത് അപ്പുറത്തെ കിടക്കാൻ തയ്ക്കാൻ അറിയാം. ഇദ്ദേഹത്തിന് എന്തില്ല? സംഭവം എല്ലാം സെറ്റപ്പാ കട. പുറത്തുനിന്ന് നോക്കിക്കഴിയുന്ന 5 സ്റ്റാർ ഹോട്ടലിന് തുല്യമായിട്ടുള്ള കടയാ. പക്ഷേ തയ്ച്ചു കൊടുത്ത ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു എന്നിട്ട് പറഞ്ഞു, ആരും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നില്ല? ആഭിചാരമോ മന്ത്രവാദമോ ഒന്നും ചെയ്യുന്നില്ല. എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. എന്ത്? പണി പഠിക്കണം. ആമേൻ, സ്തോത്രം. തയ്യല് പഠിച്ചു കഴിയുന്ന കച്ചവടം വരും. ആമേൻ, ബിസിനസ് ലഭിക്കും. ഇതുപോലെ പ്രിയമക്കളെ, പലതും നമ്മുടെ ജീവിതത്തിൽ കൈക്രിയകളിലൊന്ന് മാറ്റം വരുത്തുമ്പോൾ, സ്വഭാവത്തിനൊന്ന് മാറ്റം വരുത്തുമ്പോൾ ലഭിക്കാത്തത് പലതും ലഭിക്കും. തടസ്സം ദൈവം മാറ്റും. പക്ഷെ നമ്മൾ മാറാനിട്ട് എന്തല്ല? ഒന്ന് പറഞ്ഞേ, തയ്യാർ അല്ലേ? അല്ല.
എന്നെ തല്ലണ്ട, ഞാൻ എന്ത് ചെയ്യത്തില്ല. പ്രൈസലോ, ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ. നിക്കോദോമോസിന്റെ വാക്കുകൾ പോലെ ഞാൻ ഇനിയും ചെറുതാകണമെന്നാണ് പറയുന്നത്. എനിക്ക് ഇത്ര പ്രായമൊക്കെ ഉണ്ട്. മാറ്റം വരുത്താൻ പറ്റത്തില്ല. മാറ്റം വന്നില്ലെങ്കിൽ തനിയിരിക്കും. ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുവാനിടയായിത്തീരും. ചത്തു എങ്കിലോ അതിൽ നിന്ന് അനവധി ഫലങ്ങൾ, ഒന്നല്ല പ്രിയമക്കൾ, അനവധി ഫലങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുവാനിടയായിത്തീരും. എത്ര വർഷം ഗോതമ്പ് മണി അങ്ങനെ ഇരുന്ന ആ ഇരിപ്പ് അങ്ങനെ തന്നെ ഇരിക്കും. ആമേ. പക്ഷെ ഗോതമ്പ് മണിക്ക് എന്ത് വരണം? മാറ്റം വരണം, നനവ് തട്ടണം. ചിലതിൻ്റെയൊക്കെ ഹൃദയത്തിൽ എന്ത് ചെയ്യത്തില്ല? നനവ് വരത്തില്ല. ആമേ സ്തോത്രം. പലപ്പോഴും സഹോദരിമാരെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും സൃഷ്ടിപ്പിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പലപ്പോഴും ഈ കല്യാണ ശുശ്രൂഷകൾക്കൊക്കെ ദൈവാസന്മാർ പറയാറുണ്ട്. ആമേ സ്തോത്രം. ആദത്തിനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മണ്ണുണ്ട്. ആമേ ഹവ്വയെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? എല്ലുകൊണ്ടാണ്. മണ്ണാണോ അലിഞ്ഞു പോകുന്നത്? ആമേ എല്ലാണോ? സ്തോത്രം. വെള്ളം വീണ മണ്ണ് എന്ത് ചെയ്യും? എല്ലാം ചെയ്യത്തില്ല. അപ്പം മണ്ണിനെ അലിയിപ്പിച്ച് കളയുന്നത് എന്തുകൊണ്ടാ? അപ്പൊ ഏറ്റവും കരഞ്ഞു പോകുന്നത് ആരായിരിക്കും വേഗത്തില്? ഒരു വിഷയം വരുമ്പോ വേഗത്തിൽ കരഞ്ഞു പോകുന്നത് ആരായിരിക്കും? പുരുഷനായിക്കോ സ്ത്രീ ആയിക്കോ? അപ്പൊ എന്ത്? മണ്ണെന്ത് ചെയ്യും? അലിയും. എല്ലാം ചെയ്യും. പ്രൈസലോ. ആമേ. അലിയിപ്പിക്കാനുള്ള മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? ഞങ്ങൾ അലിയത്തില്ല. പ്രൈസലോ. ഞങ്ങൾ അലിയാതെ അമ്മ സ്ട്രോങ് ആയിട്ടിരിക്കും. അമ്മ നിങ്ങൾ എന്ത് ചെയ്യും? അലിഞ്ഞലിഞ്ഞ് തീർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കയ്യിൽ അലിയിപ്പിക്കാനുള്ള എന്തുണ്ട്? ആ മരുന്നുണ്ട്. പ്രൈസലോട് ആവശ്യത്തിനുണ്ട്. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മാറ്റം വരണം. എന്തിനു മാറ്റം വരണം? സ്വഭാവത്തിന്. ആമേ. ഇവന്റെ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി. ആമേ. പന്നി കഴിക്കുന്ന വാളവര കൊണ്ട് കഴിക്കാൻ ഉപജീവിക്കാൻ നോക്കിയെങ്കിലും ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. പന്നിക്ക് കൊടുക്കുന്ന വാളവര കൊണ്ട് അവൻ ഉപജീവിക്കാൻ ശ്രമിച്ചിട്ടും അതുപോലെ കിട്ടാതായി വന്നു. എനിക്കറിയത്തില്ല. ഇതിൻ്റെ നടുവിൽ പോക്കറ്റ് കാലിയ, പേഴ്സ് കാലിയ. അടുത്ത ദിവസങ്ങളിൽ കൊടുക്കാനുള്ളവരുടെ മുഖം മുമ്പിലുണ്ട്. ചില ഫോൺ കോളുകൾ വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല. അമ്മ ഭയപ്പെട്ടിട്ടാ. ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണ്ടേ. അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ. വഴിയൊന്നും കാണാതെ വണ്ണം ഇരുളിൽ തപ്പിത്തടയുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി കരുതലിന്റെ കരവുമായിട്ട് പരിശുദ്ധ ദൈവം ഇന്ന് പകൽക്കാലം ആലയത്തിനകത്തളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മനോഭാവത്തിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് അപ്പാ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കലേക്കൊന്ന് ഓടിയെടുക്കുക. ഇന്ന് പകൽ എത്ര പേരൊരിക്കപ്പെടും? നിനക്ക് വേണ്ടി അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ പരിശുദ്ധ ദൈവം തുറക്കാൻ പോകുകയാ. എല്ലാം പോയി ഇവന്റെ കയ്യിലെ. പൈസയുണ്ടോ? പൈസയില്ല. ആമേ. നിലമുണ്ടോ? നിലമില്ല. സ്ഥലമുണ്ടോ? സ്ഥലമില്ല. എല്ലാം ശൂന്യമാ. എല്ലാം ശൂന്യമാ. അടഞ്ഞുപോയ വഴികളുമായിട്ട് എന്തു ചെയ്യുമെന്ന് കരുതിക്കൊണ്ട. ഇവനെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കാൻ ഒരു കാര്യമുണ്ട്. അവൻ എന്ത് ചെയ്തില്ല? ആത്മഹത്യ ചെയ്തില്ല. എന്ത് ചെയ്തില്ല? ആത്മഹത്യ ചെയ്തില്ല. ഇന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മരിച്ചു കളയാം. മരണം മനുഷ്യന്റെ അവസാനമല്ല പ്രിയമക്കളെ. ഒന്ന് മരിച്ചു നോക്ക, അപ്പോഴേ അറിയാം എവിടേക്കാ പോകുന്നതെന്ന്. ആമേ സ്തോത്രം. ആമേ. മരണം മനുഷ്യന്റെ അവസാനമല്ല. പ്രത്യേകിച്ച് ആമേ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നേരെ പോകുന്നത് യാതനാ സ്ഥലത്തേക്കാ. അവിടെ കിടന്ന ജീവിതാവസാനം വരെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു ഇല്ലേ? ജീവിതാവസാനം വരെ യാതന അനുഭവിക്കേണ്ടി വരും. പലരും പറയുന്നത് ഭൂമിയിൽ നിന്നങ്ങ് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നെന്ന. പ്രശ്നം തീരത്തില്ല. പ്രശ്നം കൂടത്തേ ഉള്ളൂ. കൂടത്തേ ഉള്ളൂന്ന് വെച്ചാൽ നിന്റെ ബുദ്ധിക്ക് അതീതമായ പ്രവൃത്തികളായിരിക്കും. അവിടെ കിടന്ന് നീ വേഗം, അവിടെ കിടന്ന് നീ വെന്തുരുകും. ആമേ. അതുകൊണ്ട് പ്രിയമക്കളെ, പൊട്ടത്തരങ്ങളൊന്നും നിങ്ങളുടെ അറിവിലുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തേക്കരുത്. നമ്മൾ പറയണം, ദൈവം നടത്തും. സൃഷ്ടിച്ച ദൈവം നടത്താൻ ശക്തനാ. ആമേ. ഉണ്ടാക്കിയ ദൈവം വളർത്താൻ ശക്തനാ. ആമേ. നിലനിർത്തിയിരിക്കുന്ന ദൈവം നടത്താൻ ശക്തനാ. ആമേ. പലരോടും വിളിച്ചു പറയണം, ആമേ സ്വന്തം നെഗറ്റീവ് ചിന്തിക്കരുത്. ആമേ. ദൈവം നിലനിർത്തും. നീ അറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്വന്തം ബുദ്ധി കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്ന് ബുദ്ധിക്കകത്ത് പോലും ചിന്തിക്കരുത്.
എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കയറി വരുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ആരുടെങ്കിലും ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ കഴിഞ്ഞ രാത്രിയിലോ കഴിഞ്ഞ ദിവസങ്ങളിലോ പിശാച് ഇടപെട്ടോ അമേശ്വതം ജീവിക്കുന്നത് എന്തിനാ? അങ്ങ് മരിച്ചു കളയാം. അമേശ്വതം ഇല്ല. പ്രിയ മക്കളെ, നിനക്കൊരു ജീവിതമുണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ തകർന്നു ഉടഞ്ഞും പോയിരിക്കുന്നതിനെ മടക്കി തന്നുകൊണ്ടൊരു പ്രതാപശാലിയായിട്ട് നിന്നെ നടത്തുവാൻ പരിശുദ്ധ ദൈവത്തിന് പ്ലാനും പദ്ധതിയുമുണ്ട്. നിനക്കായിട്ടാണ് അവൻ മരിച്ചത്. നീ മരിക്കണ്ട, നീ ജീവിക്കണം. യേശു തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടിയാ. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തീർക്കേണ്ടതിനാൽ കാൽവരി ക്രൂശിൽ ഒരുത്തൻ യാഗമായി തീർന്നു. ആമേൻ. ഇവൻ ഓടി വന്നു, അപ്പന്റെ അടുക്കൽ കടന്നു വന്നു. അപ്പനോട് പറയുന്നു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും എന്ത് ചെയ്തു? 21 വാക്യം ഒന്ന് വായിക്കാമോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. മകൻ, ഇവന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഇവന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. വട്ടപൂജ്യമാ, ഒന്നുമില്ല. മുഖപരിചയമുള്ള പലരും അവനോട് സഹതാപം കാണിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ഓരോ അറ്റൊരുത്തം പോലും സഹതാപം കാണിച്ചില്ല കേട്ടോ. നമ്മുടെ മുമ്പിലുള്ള എല്ലാ വഴികൾ അടഞ്ഞു പോകുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചേക്കണം, ദൈവത്തിന് എന്തൊരു പദ്ധതിയുണ്ട് കേട്ടോ. ഏറ്റവും സെറ്റ് വഴികൾ അടഞ്ഞു പോകുമ്പോൾ അമേശ്വത പന്നി വളർത്താൻ വേണ്ടി ഏൽപ്പിച്ച യജമാനന് പോലും ഇവനോട് കരുണ തോന്നുന്നില്ല. മുൻകാലങ്ങളിലൊക്കെയും ആമേശ്വത തോളത്ത് കൈയിട്ട് നടക്കാൻ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, സഹപ്രവർത്തകരുണ്ടായിരുന്നു. എന്നാൽ ഒരു കഷ്ടം വന്നപ്പോൾ പലരും മുഖം മറച്ചു പോകുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അവൻ നിന്നെ രക്ഷിക്കാൻ സ്വർഗത്തിലെ ദൈവം ചില പദ്ധതികൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ബുദ്ധിഹീനത ചിന്തിക്കാതെ സ്വർഗത്തിലെ ദൈവത്തിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നോക്കിക്കോ. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. പട്ടണത്തിന്റെ മധ്യത്തിൽ, ദേശത്തിന്റെ മധ്യത്തിൽ അനേകർ കാണത്തക്ക നിലവാരത്തിൽ സ്വർഗം നിന്നെ മാനിക്കും. എവിടേക്ക് അടുത്തേക്കണം? അപ്പനിലേക്ക് വന്നേക്കണം, അപ്പനിലേക്ക് അടുത്ത് വന്നേക്കണം. അന്ന് വാങ്ങിക്കൊണ്ടുപോയ സ്വത്ത് അപ്പനിൽ നിന്ന് കുറഞ്ഞു പോയില്ല. അപ്പന്റെ കരത്തിൽ ഒരുപാട് നന്മയുണ്ട്. സ്തോത്രം. നമ്മുടെ അപ്പൻ ആരാ? സമ്പന്നനാ. ഹല്ലേലൂയ. നിങ്ങളെയും എന്നെയും സമ്പന്നനാക്കേണ്ടതിനായി അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് സ്തോത്രം കൊടുത്തേ. പ്രൈസ് അല്ലാഹ്. കൊടുത്തോ, എല്ലാവരും കൊടുത്തേക്കണം, എല്ലാവരും കൊടുത്തേക്കണം. കയ്യത്തിന് നീട്ടി പിടിച്ചെന്നാലും കുഴപ്പമില്ല. പ്രൈസ് അല്ലാഹ്, ഹല്ലേലൂയ, ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, സ്തോത്രം. ഇവിടെ ആമേൻ, സ്തോത്രം. ഇവൻ അടുത്തത് ആരിലേക്ക് അടുത്തു? അപ്പനിലേക്ക് അടുത്തു. ഇന്ന് പലരും പല സ്ഥലങ്ങളിലേക്ക് എടുക്കും. ബാറിലേക്ക് എടുക്കും, ഷാപ്പിലേക്ക് എടുക്കും, ആമേൻ, മുറുക്കാൻകടയിലേക്ക് എടുക്കും. ആമേൻ, സ്തോത്രം. പക്ഷെ ഇവൻ പോയത് ബാറിലേക്കല്ല, ഷാപ്പിലേക്കല്ല. ആമേൻ, സ്തോത്രം. ഇവൻ പോയത് അപ്പനിലേക്ക് തന്നെ. എവിടെ ആമേൻ, സ്തോത്രം വെച്ചു മാറിപ്പോയോ അവിടേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വരുവാ പരിശുദ്ധ ദൈവം ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ ആരിൽ നിന്നാണ് അകന്നു പോയത്? നീ ആരിൽ നിന്നാണ് മാറിപ്പോയത്? നിനക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? തെറ്റൊന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്ന് അടുത്ത് വന്നാൽ പരിശുദ്ധ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഞാൻ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയ മക്കളെ. ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കാലഘട്ടത്തിൽ ചോദിക്കുന്നതെല്ലാം മണി പോലെ ചെയ്തു തന്നിരുന്നില്ലേ കർത്താവ്? പിന്നെ എന്നാ ഇത് ബ്ലോക്കായി പോകാൻ തുടങ്ങിയത്? കിട്ടിക്കൊണ്ടിരുന്നത് എന്നാ ബ്ലോക്കായി പോകാൻ തുടങ്ങിയത്? സ്വഭാവത്തിന് മാറ്റം വന്നപ്പോഴല്ലേ? ഇല്ലേ? ഒന്നും തരാത്ത ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? എനിക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയോ? നമ്മൾ ചോദിക്കുന്നതെല്ലാം ദൈവം ചെയ്ത് തന്നുകൊണ്ടിരുന്നതാ. എന്തോ ഒരു സമയത്ത് എന്ത് ചെയ്തു? ബ്ലോക്കായിപ്പോയി. ഈ പൈപ്പിലൂടെയൊക്കെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാപ്പ് തുറന്നാൽ മതി. ഒരു ദിവസം ടാപ്പ് തുറന്നിട്ട് വെള്ളം വരുന്നില്ല. അപ്പോൾ പ്ലംബറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ബ്ലോക്കാ. വെള്ളത്തിന് പകരമായിട്ട് അതിൻ്റെ അകത്ത് എന്തോ കീടം കയറിയിട്ടുണ്ട്. പൈപ്പ് എന്താ? ബ്ലോക്കാ. വെള്ളം മാത്രമാണെങ്കിൽ ഒരിക്കലും പൈപ്പ് ബ്ലോക്ക് ആകത്തില്ല.
വെള്ളത്തിനകത്ത് കീടം കയറിയാൽ, വെള്ളത്തിനകത്ത് കീടം കയറിയാൽ പൈപ്പ് ബ്ലോക്കായി പോകുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നീ ദൈവത്തിലേക്ക് നോക്കി നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുത്തി ഇന്ന് പകൽക്കാലം ഒന്ന് മടങ്ങി വന്നാൽ അടഞ്ഞിരിക്കുന്ന ബ്ലോക്കുകളെ സ്വർഗത്തിലെ ദൈവം തുറന്നു തന്ന പഴയതുപോലെ തന്നെ നിന്റെ കരത്തിൽ വെള്ളം വന്ന് വീഴുവാനിടയായി തീരും. ആമേൻ. വെള്ളം മാത്രമാണ് ഒരിക്കലും ബ്ലോക്കാകത്തില്ല പ്രിയമക്കളെ. വെള്ളത്തിനകത്ത് കരട് കയറുമ്പോഴാണ് ബ്ലോക്കായി പോകുന്നത്. ഈ കരടൊന്ന് മാറ്റാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം 7ാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാ. കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 6 ദിവസവും നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാ. എന്തുകൊണ്ടാ ദൈവം എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാത്തത്? ഉത്തരം വേണ്ടേ? ഉത്തരമായി എൻ്റെ ശബ്ദത്തിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കരട് കയറിയിട്ടുണ്ട്, കരട് കയറിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കരട് കയറിയിരിക്കുന്ന വെള്ളം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുക. അവൻ ശുദ്ധീകരിച്ച് നിന്റെ കരത്തിൽ തരും. പിന്നത്തേതിൽ ബ്ലോക്ക് ആകത്തില്ല. ബ്ലോക്ക് മാറുന്നൊരു പകൽക്കാലമാ. ബ്ലോക്കായി പോകുന്നത് എങ്ങനെയാ? ആ കരട് കയറുമ്പോഴാ ഇല്ലേ? അവൻ നല്ല നല്ല ടാപ്പുകളിലൊക്കെ പലപ്പോഴും വെള്ളം തിരിച്ചിട്ടും വരുന്നില്ല. അല്ലെങ്കിൽ ഡ്രോപ്പായിട്ട് അവൻ തുള്ളി തുള്ളിയായിട്ട് വരുന്നത്. ഫോഴ്സിൽ വന്നുകൊണ്ടിരുന്ന വെള്ളമാണ്. എന്തുകൊണ്ടാ ഇപ്പോൾ വെള്ളം ഇങ്ങനെ വരാത്തത്? കരട് കയറിയത് കൊണ്ടാ. മുൻകാലങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ദൈവം ചോദിച്ചതൊന്നും നിഷേധിച്ചില്ല, ആഗ്രഹിച്ചതൊന്നും നിഷേധിച്ചില്ല. എപ്പോഴാണ് ഇത് നിന്നു പോകാൻ തുടങ്ങിയത്? വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ ജനം വിത തുടങ്ങി, കൊയ്ത്ത് തുടങ്ങി അല്ലേ? ആ സമയം എന്ത് നിന്നു? മന്ന. രാവിലെ കൂടാരത്തിന്റെ വാതിക്കൽ പൊഴിഞ്ഞു കിടന്നിരുന്ന മന്ന, ഇസ്രായേൽ ജനം കൊയ്ത്തും വിതയും തുടങ്ങിയ സമയത്ത് എന്ത് നിന്നു? മന്ന നിന്നു. കേട്ടോ പ്രിയമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ കൈക്രിയകളിൽ എന്തേലും മാറ്റം സംഭവിച്ചപ്പോഴാ ഈ തന്നുകൊണ്ടിരുന്ന് നിന്നു പോയത്. ഇന്ന് പകൽക്കാലം ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിന്റെ ആദ്യത്തെ പ്രവർത്തികളിലേക്കൊന്ന് മടങ്ങി വരുക. ഒരു ശിശുവിനെ പോലെ, ഇപ്പോൾ ജനിച്ചൊരു കുഞ്ഞിനെ പോലെ മറ്റൊന്നും നോക്കാതെ വണ്ണം അപ്പന്റെ അടുക്കിലേക്കൊന്ന് നടന്നെടുക്കുവാൻ പരിശുദ്ധ ദൈവം ബുദ്ധി ഉപദേശിക്കുകയാ. ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ ഒരു വാക്യമുണ്ട്. സ്തോത്രം. അതിൽ ഇങ്ങനെയാ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എവിടെയാണ് പോയിരിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ഒന്ന് വിളിക്കുകയാണ്, കുഞ്ഞാടേ, നീ ഏത് മുൾപ്പടർപ്പിലാണ് കുടുങ്ങിക്കിടക്കുന്നത്? നിന്നെ ആരാണ് വശീകരിച്ച് മാറ്റിയിരിക്കുന്നത്? ഇന്ന് പകലിലൊന്ന് മടങ്ങി വരുക. പരിശുദ്ധ ദൈവം ബുദ്ധി ഉപദേശിക്കുകയാ. ചില ദിവസങ്ങളായിട്ട് രാത്രിയും പകലുമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതല് ഇന്ന് കരട് മാറ്റുന്നൊരു ദിവസമാ, ഇന്ന് ബ്ലോക്ക് മാറ്റുന്നൊരു ദിവസമാ. ഒന്ന് മടങ്ങി വാ. കരട് കയറിയിട്ടാ പറ്റിയ മക്കളെ. ഇവിടെ വായിച്ച വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന്. നിനക്ക് എവിടെയാണ് തെറ്റിപ്പോയിരിക്കുന്നത്? നീ എവിടെയാണ് വീണ് കിടക്കുന്നത്? സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റാത്ത ചിലതെല്ലാം വള്ളിപ്പടർപ്പ് പോലെ നിന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇന്നൊന്ന് മുറിച്ചു മാറ്റാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. റെഡിയാണോ പ്രതി മക്കളെ? ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക്. വരുന്ന ആഴ്ച വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. സ്വതം തുറക്കുന്നേ. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആർക്കും ചെയ്യാൻ പറ്റാത്ത പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് ചിലതിന്റെ മേൽ അനുകൂലമായി വെളിപ്പെടാൻ പോകുകയാ. വിശ്വാസത്തോടെ നിങ്ങൾ ഈ ദൂത് ഏറ്റെടുത്തോ. നിന്റെ കണ്ണുകൊണ്ടത് കാണും. ഹൃദയം കൊണ്ട് നീ അനുഭവിക്കും. പരിശുദ്ധ ദൈവം ചലിക്കും. എവിടെയെല്ലാം നമ്മളൊന്ന് മടങ്ങി വന്നിട്ടുണ്ടോ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എന്ത് ചെയ്യണം? അതിനു മുമ്പ് ഒരു വാക്യമുണ്ട്. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഈ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, എൻ്റെ ലേഖനം കുറച്ച് സമയത്തെങ്കിലും നിങ്ങൾ ദുഃഖിപ്പിച്ചു എന്നൊരു അനുഭവം എനിക്കറിയാം. എൻ്റെ ലേഖനം കുറച്ച് സമയത്തെങ്കിലും നിങ്ങൾ ദുഃഖിപ്പിച്ചു. സ്വതം. പക്ഷേ ഇപ്പോൾ ഞാൻ അത് നിമിത്തം സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് ഞാൻ സന്തോഷിക്കുക. ആമേൻ. നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ടല്ല. ഒന്ന് വായിച്ച വാക്യം, 8-ാം വാക്യം.
ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുക. ഞാൻ എഴുതി അയച്ച ലേഖനം നിങ്ങൾക്ക് ഭാരമായി തീർന്നു. ഇപ്പോൾ ഞാൻ വിളിച്ചു പറയാം പ്രിയമക്കളെ, ഇത് ചിലരൊക്കെ പറയും ഇത് എൻ്റെ ജീവിതത്തെ കുറിച്ച് എന്തൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് പാസ്റ്റർ വിളിച്ചു പറയുന്നത്. എല്ലാ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അറിയുന്നവൻ ഒരുത്തനുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമക്കളെ, നിങ്ങളുടെ ഹൃദയത്തെ വായിക്കാനൊന്നും നമ്മളുടെ കയ്യിൽ ഒരു സിസ്റ്റവും ഇല്ല. ഹൃദയത്തെ വായിക്കുന്ന ഒരുത്തൻ നാവിൽ തരുന്നത് കൊണ്ട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഇന്നൊന്ന് മടങ്ങി വാ. നീ ഹൃദയത്തിന്റെ കാഠിന്യം പിടിച്ചുകൊണ്ടിരിക്കല്ലേ. നിന്റെ ഹൃദയത്തെ വായിക്കുന്നവനാ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഒരു മാനസാന്തരം. ഞാൻ എഴുതിയ ലേഖനം കുറച്ച് സമയത്തെങ്കിലും നിങ്ങൾ ദുഃഖിപ്പിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുക? ഞാനിപ്പോൾ സന്തോഷിക്കുക. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിന് ദുഃഖിച്ചതിനാലത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹൃദപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. അപ്പൊ ആമേശ്വതം അല്പസമയത്തേക്ക് ഒരു പ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകും. പക്ഷെ ഒന്ന് വിറ്റ് കളഞ്ഞാൽ, ഒന്ന് മാനസാന്തരപ്പെട്ടാൽ പിന്നത്തേതിൽ സന്തോഷമാണ്. ഹല്ലേലൂയ. മകൻ ആമേശ്വതം അപ്പന്റെ അടുക്കലേക്ക് ഓടി എടുത്തിട്ട് പറഞ്ഞു, അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ എന്ത് ചെയ്തു? പാപം ചെയ്തു. നിന്റെ മകൻ എന്നറിയപ്പെടുവാൻ ഇനി ഞാൻ എന്തല്ല? യോഗ്യനല്ല. ആമേശ്വതം വായിക്കാം, താഴേക്ക് വായിക്കാം, സമയം തീരുന്നു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. വേഗം മേൽത്തരമായ ഒരു അങ്കി കൊണ്ടുവാ. ഇവനെ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇവനെ ധരിപ്പിക്കാൻ പറഞ്ഞു. ആമേശ്വതം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാനസാന്തരപ്പെട്ടാൽ നീ എവിടെ നിൽക്കും മോനെ? 10 ദിവസം കഴിയട്ടെ. അപ്പൊ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ചെയ്തോ? സെക്കൻഡിൽ. ഇവിടെ ഈ ആലയത്തിനകത്തളത്തിലും ആമേശ്വത്രം ഈ 4 ചുവരിന്റെ അകത്തളത്തിൽ ഇരിക്കുമ്പോൾ ഹൃദയം ഒന്ന് അപ്പന്റെ കരത്തിലേക്ക് കൊടുത്തുകൊണ്ട് നെടുവീർപ്പോടെ, അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല. എന്നെ ചേർക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ കൂലിക്കാരിൽ ഒരാളെ പോലെ ചേർക്കണമേ എന്ന് പറഞ്ഞ സമയം അപ്പം പറഞ്ഞു, 10 ദിവസം നോക്കട്ടെ, 1 മാസം ഞാൻ നോക്കട്ടെ. നമ്മൾ പറയും ഇല്ലേ? ഞാൻ പറയും. ഓടി വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു? കാരണം ഞാൻ മനുഷ്യനാ. ഫ്രീസല. ഈ ഉപമ പറയുന്നത് യേശുവാ. ഹൃദയത്തെ വിവേചിക്കാൻ കഴിയുന്നവനാ. മനസ്സിലായി. ഇവന്റെ അകത്തളത്തിൽ നിന്ന് വീഴുന്ന ഈ പദം വ്യാജമല്ല, ഒറിജിനലാ. ഹല്ലേലൂയ. അപ്പൻ എന്നും കാത്തിരിക്കുകയാ. പക്ഷെ മടങ്ങി എന്ത് ചെയ്യണം? അപ്പൻ ചെല്ലോ? ഇല്ല, മടങ്ങി വരണം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വിഷയമായത്. യേശു തിരഞ്ഞെടുത്ത 70 എണ്ണം ചെയ്തു. ഏതെങ്കിലും ഈ ബൈബിള് സുവിശേഷം അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഭാഗത്തിൽ പത്രോസേ, എടാ എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ ഗുരുവല്ലേ. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് 70 എണ്ണത്തിൽ 10 എണ്ണത്തിനെങ്കിലും എന്ത് ചെയ്യണം? വിട്ടോ? യേശു പോയോ? യേശു നിൽക്കെന്ന് പറഞ്ഞോ? പക്ഷെ കാണാതെ പോയാൽ എന്ത് ചെയ്യും? തിരഞ്ഞു രക്ഷിക്കും. എതിർത്ത് പോയാൽ എന്ത് ചെയ്യത്തില്ല? അതാ യേശു പഠിപ്പിച്ചത്. അങ്ങനെയാ. ഇവിടെ അപ്പന്റെ അടുക്കൽ നിന്ന് കടന്നുപോയവൻ മടങ്ങി വരുമെന്ന് എല്ലാ ദിവസവും നോക്കും അപ്പൻ. ഒരു ദിവസം നോക്കുമ്പോ കാണുന്നത് മകന്റെ തല കോലത്തിലാ വരുന്നത്. ഇവിടുന്ന് പോയപ്പോ 1 മണിയായിരുന്നു. ഇപ്പൊ വരുമ്പോ മനസ്സിലായി. പറയുന്ന വാക്കുകൾ കേട്ടപ്പോ ഇപ്പോ ഏകദേശം ഒതുങ്ങി, തകർന്ന് തരിപ്പണമായി. ഇപ്പൊ ആര് പറഞ്ഞാലും എന്ത് ചെയ്യും? ആര് പറഞ്ഞാലും കേൾക്കും. ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. ഒരിക്കലൊരു ആത്മീക മനുഷ്യൻ എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ടും പറഞ്ഞു, പാസ്റ്റേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഈ പട്ടണത്തിൽ പാസ്റ്ററുടെ മുഖമാ എന്നെ ദൈവാത്മാവ് കാണിക്കുന്നത്. പാസ്റ്റർ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും, ഇങ്ങോട്ട് മാറിയിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കും. ഞാൻ പറഞ്ഞു,
അങ്കിളിനോട് ഇടപെട്ട ദൈവം എന്നോട് ഇടപെടും. അത് നമ്മുടെ ചർച്ചിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ എൻ്റെ മരുമകൾ ഡോക്ടറും എൻജിനീയറും. അപ്പം നമ്മുടെ ബുദ്ധിയെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു മകൻ ഒരു മകള് വിദേശത്താണ്, നല്ല സംഖ്യ വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കുറഞ്ഞ രീതിയിലുള്ള ഒരു ശമ്പളമൊക്കെ വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഞങ്ങൾ വന്ന എന്തെങ്കിലും തരാന്നേ. ഞാൻ പറഞ്ഞു, അന്ന് പ്രാർത്ഥിക്കട്ടെ. പിന്നീട് ഞങ്ങൾ കാണുന്നത് ചില മാസങ്ങൾക്ക് ശേഷമാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററിൻ്റെ വിളി കാത്ത് ഞാൻ ഇപ്പോഴും ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അങ്കിളിനോട് ഇടപെട്ട ദൈവം എന്നോട് ഇടപെട്ടില്ല, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഇന്നും വിളിച്ചിട്ടില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, ചിലതെല്ലാം പ്രാർത്ഥിച്ചിട്ട്, കേട്ടോ, ചിലതെല്ലാം പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചന ഇല്ലെങ്കിൽ, ആമേൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടമില്ലെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതമില്ലെങ്കിൽ, ആമേൻ, ഒരു യേശും പറയരുത്. ആമേൻ, ദൈവം നടത്തും. ഇത് സാമ്പത്തിക ശേഷി ഉണ്ടാക്കുന്ന ഒരു ഇടമൊന്നുമില്ല. നിത്യജീവനിലേക്ക് ഒരു മനുഷ്യൻ പോകേണ്ടതിന് സത് ഉപദേശം കൊടുക്കുന്ന സ്ഥലമാണ്. അല്ലാതെ നന്മ ഉണ്ടാക്കുന്ന സ്ഥലമാണോ? ഇന്നലെ രാത്രിയിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് കേട്ടാൽ അറിയാം. നിങ്ങൾ വീട്ടിൽ പോയെന്ന് കേട്ടാൽ മതി. യേശുവിനോട് കൂടെ നടക്കുന്നവർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ യേശുവുമായിട്ട് ജീവിക്കുന്നവർ വിട്ടുകളയാൻ വേണ്ടി ശ്രമിക്കും. ആമേ, കൂടെ നടക്കുന്നവർ പലരും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, ഉണ്ടാക്കിയ ചരിത്രങ്ങളുണ്ട് പ്രിയ മക്കളെ. പക്ഷെ യേശുവിൽ ജീവിക്കുന്നവർ ആമേ സകലതും വിട്ടുവരികയും തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശം എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കും. അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നശിച്ചു പോകുന്നവർക്ക് വേണ്ടി കരയാനാ കർത്താവ് അമേശ്വതം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. അമേശ്വത തകർന്നിരിക്കുന്നവനെ ബലപ്പെടുത്താനാ, തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്താനാ. അല്ലാതെ ഒരു നന്മ ഉണ്ടാക്കിയിട്ട് അമേശ്വതം ദേശത്തിൽ കഴിയുന്നവരെക്കാൾ ശ്രേഷ്ഠതയോടെ കഴിയാൻ വേണ്ടി അല്ല പ്രിയ മക്കളെ. ദുഃഖിക്കുന്നവനോട് കൂടെ ദുഃഖിക്കുക, കരയുന്നവനോട് കൂടെ കരയുക. ആമേൻ, നിരാലംബരായി ചിലർക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ പരിശുദ്ധ ദൈവമാക്കി വെച്ചിരിക്കുക. മറക്കരുത് കേട്ടോ. ശുശ്രൂഷകന്മാരെ അനവധി ആവശ്യമുണ്ട്, പക്ഷെ ഭൗതിക നന്മക്ക് വേണ്ടി ആഗ്രഹിക്കരുത്. അത് ദൈവസ്ഥൽ തെറ്റാ. ഇന്ന് അനവധി വ്യക്തിത്വങ്ങൾ ശുശ്രൂഷകന്മാരാകാൻ വേണ്ടി ഇടിച്ചു കയറുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? സാമ്പത്തിക ശേഷിയാ. പ്രൈസ് ദി ലോർഡ്. ആമേ, കർത്താവ് അങ്ങനെ വിളിച്ചിട്ടില്ല കേട്ടോ. കർത്താവ് അങ്ങനെ വേർതിരിച്ചിട്ടില്ല. എടാ, ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വെക്കും. ആമേ, അതാണ് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുന്നത്. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ കെണിയിലും കുടുക്കിലും സംഹാരനാശങ്ങളിലും മുങ്ങിപ്പോകാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേ, ഒരുമാതിരിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സഭക്കകത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവര് നോക്കുന്നത് ആരെയെന്നറിയാമോ? മുമ്പിൽ നിൽക്കുന്നവന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുറകെ വന്നാൽ ഞാനും എന്ത് ചെയ്യും? അതല്ലേ നോട്ടം? അതല്ലാതെ ആത്മീകമായിട്ട് ഭയങ്കര സ്പിരിറ്റാണോ? ഇല്ല പ്രിയ മക്കളെ, 100ൽ 99% ആത്മീക സ്പിരിറ്റ് അല്ല. ആത്മീക സ്പിരിറ്റാണ് പട്ടണം കിടക്കുകയാ, നശിച്ചു കിടക്കുകയാ, ദേശം ദുഃഖിച്ചും ആമേ പ്രലപിച്ചും ആമേ നിലവിളിക്കുകയാ. ആമേ, ആത്മീക സ്പിരിറ്റ് ആണെങ്കിൽ 1% പോലും ഇതിനകത്ത് ഇരിക്കത്തില്ല പ്രിയ മക്കളെ. പുറത്തേക്ക് ഇറങ്ങും, പട്ടണത്തിലേക്ക് ഇറങ്ങും, ദേശത്തിലേക്ക് ഇറങ്ങും. ആമേ, നശിച്ചു പോകുന്നവന് വേണ്ടി രാവും പകലും ഓടും. ഹല്ലേലൂയ. അവനാണ് ആത്മീക സ്പിരിറ്റ് ഉള്ളവൻ. ഇല്ലേ? യേശു അപ്പോസ്തലന്മാർക്ക് അങ്ങനെ ചെയ്തതാ. ആമേ, സമയം തീരുന്നു. ആമേ, എവിടെ കാണാൻ സാധിക്കുന്നത്? ആമേൻ, അവൻ പറയുന്നത്, അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ എന്ത് ചെയ്തു? എന്റെ മകൻ എന്നറിയപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അപ്പൻ ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു, മേൽത്തരമായ വസ്ത്രം ഇവൻ എന്ത് ചെയ്യണം? ധാരിപ്പിക്കണം. നിലവാരം ഇന്ന് മാറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, തുടക്കം മുതലേ പറയുന്നത്, ഇന്ന് ചിലതിന്റെ ജീവിതത്തിലെ ബ്ലോക്കുകൾ മാറ്റുന്ന പകൽക്കാലമാ, തടസ്സങ്ങൾ മാറ്റുന്ന പകൽക്കാലമാ. ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെയല്ല. കൊച്ചു ഹൃദയമൊന്ന് ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ നിലവാരങ്ങൾക്ക്, നിന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. ആമേ, എഡ്വിൻ, ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ആമേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. ആമേ, ആമേ, സ്തോത്രം. മോനെ എഡ്വിൻ അല്ലേ? ആമേ, സ്തോത്രം. ഓക്കെ.
ആമേൻ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. ആമേൻ, സ്വന്തം നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം നിന്റെ ചുമലിൽ പരിശുദ്ധ ദൈവം ഏൽപ്പിച്ചിരിക്കുക. അതുരാ മനക ശബ്ദരാജനകസി. പക്ഷെ ഈ ഓട്ടം നീ ഓടിയാൽ നീ തളരും. പക്ഷെ കർത്താവുമായിട്ട് നീ ഓടിക്കോ, നീ ഒരിക്കലും തളരത്തില്ല, ഒരിക്കലും ക്ഷീണിക്കത്തില്ല. ഈ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് വെച്ചു കൊടുക്ക. പരിശുദ്ധ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടും. ചില വഴികൾ നിനക്കായി തുറക്കാൻ പോകുകയാ, ചില വാതിലുകൾ നിനക്കായി തുറക്കാൻ പോകുകയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത നിലവാരത്തിലുള്ള ഒരു നന്മയുടെ വഴി കരത്തിലൊരു നന്മ വരും കേട്ടോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. തടസ്സപ്പെട്ട് കിടക്കുകയാ, ബ്ലോക്കായി കിടക്കുകയാ. ആമേൻ, ലഭിക്കുമെന്ന് ചിന്തിച്ചിട്ട് ഇതുവരെ ലഭിക്കാതിരിക്കുന്നത് ഇന്ന് ദൈവം നിന്നെ കൊണ്ടുവന്നത് നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന ചില വഴികളെ തുറന്നുകൊണ്ട് പരിശുദ്ധ ദൈവത്തിന്റെ കരം ആമേൻ അനുകൂലമായി വെളിപ്പെടാൻ പോകുകയാ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കട്ടെ. യേശുവിനോട് അടുക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. മാന്യമായ നിലകളിലുള്ള ശ്രേഷ്ഠമേറിയ അനുഭവങ്ങൾ നിനക്കായി ഇത് ഒരുക്കും കേട്ടോ. നല്ലൊരു വീട്, ആമേൻ, സ്വന്തം നല്ലൊരു വീട്, മേൽത്തരമായ വീട്. ആമേൻ, കണ്ടു കഴിഞ്ഞാൽ ആമേൻ, സ്വന്തം പലരും ഒന്ന് നോക്കുന്ന വീട്. പ്രൈസല്ലോ. പക്ഷെ അങ്ങനെയൊന്നും പറയില്ലേ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആകെ മോശമാ. ആമേൻ, ഈ സിറ്റുവേഷനിൽ നോക്കിക്കൊണ്ട് പരിശുദ്ധ ദൈവം വിളിച്ചു പറയുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ളൊരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ, ചിലതിന്റെ ബ്ലോക്ക് മാറ്റുന്ന ദിവസമാ. ആമേൻ, ദൈവം ചെയ്യും. അപ്പോ ആ സെക്കൻഡിൽ അപ്പന്റെ അടുക്കൽ കടന്നു വന്ന് മാനസാന്തരപ്പെട്ട സെക്കൻഡിൽ പറയുന്നത് ഇവൻ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ച വാക്യം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. എങ്ങനത്തെ അങ്കിയാ? പ്രൈസ് ദി ലോർഡ്. മര്യാദക്ക് മുണ്ട് പോലും ഉടുത്തോണ്ട് നടക്കാൻ അറിയാത്തവൻ ഇപ്പൊ സൂട്ടൊക്കെ ഇട്ടിട്ടാ എന്ത് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. മര്യാദക്ക് ഒരു മുണ്ടും ഷർട്ടും എടുത്തുകൊണ്ട് നടക്കാത്തവൻ ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? മാന്യമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ച അവൻ ഉടുപ്പിക്കും. അയ്യോ, കൈ പൈസയിൽ തരും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇവന്റെ കയ്യിലുണ്ടായിട്ടാണോ അപ്പം കൊടുത്തത്? അപ്പന്റെ കയ്യിലെ മുതൽ മുടക്ക. അവന്റെ കരത്തിൽ ഒന്നിനും കുറവില്ലാത്ത ഒരു പാണ്ഡികശാലയുണ്ട്. പ്രിയ മക്കളെ, നീ ഒന്ന് അപ്പനുമായിട്ടൊന്ന് അടുത്തു ചെന്നേ. പരിശുദ്ധ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അപ്പന്റെ സമ്പത്ത് തീർന്നു പോകുന്നില്ല. അപ്പന്റെ സമ്പത്ത് എന്ത് ചെയ്യുന്നില്ല? അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പന്റെ സമ്പത്ത് തീർന്നു പോകത്തില്ല പ്രിയ മക്കളെ. നീ എത്ര വാങ്ങിച്ചെന്നാലും പിന്നെയും തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോ അപ്പൻ തന്റെ ദാസന്മാരുടെ വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവൻ എന്ത് ചെയ്യുക? ധരിപ്പിപ്പീൻ. ഇവന്റെ കൈക്ക് എന്ത് ചെയ്യണം? ഞാൻ മാനസാന്തരപ്പെട്ടു. നാളെ മുതൽ ജ്വല്ലറി പോയിട്ട് ഒരു മോതിരം. ആ മോതിരത്തെ കുറിച്ചാണോ? അല്ല, സ്വർണത്തിന്റെ മോതിരം തന്നെയാ. പക്ഷേ ഇതിന് ഇവന് ഏത് അഡ്രസ്സിൽ നിൽക്കുന്ന വ്യക്തിത്വം എന്ന് അന്ന് മേൽത്തരമായ ആളുകളെ പ്രസിദ്ധപ്പെടുത്തുവാൻ എന്തുണ്ടായിരുന്നു? മുദ്രയുണ്ടായിരുന്നു. മുദ്രമോതിരം ഉണ്ടായിരുന്നു. എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്? എസ്തേറിന്റെ പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിലും ആമേശ്വരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആമേശ്വരം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ ആമേശ്വരം ഫറവോൻ ആമേശ്വരം തന്റെ കയ്യിലെ മോതിരം എന്ത് ചെയ്യുന്നുണ്ട്? ജോസഫിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇട്ടുകൊടുക്കുന്നുണ്ട്. ആമേശ്വരം വായിച്ചേ. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു. സ്തോത്രം. ഇതിനെന്തുണ്ട്? പണ്ടത്തെ കാലത്ത് സീലില്ല, റബ്ബർ സീലുകളില്ല, സീലാണിത്. ഇതുകൊണ്ട് മുദ്ര ചെയ്ത് ഒരു ലെറ്റർ പേഡ് അങ്ങോട്ട് കൊടുത്താൽ അത് ഫറവോൻ കൊടുത്തതിന് തുല്യമാ. ഫറവോന്റെ മോതിരമാ ഊരി ആക്ക കൊടുത്തത്, യോസഫിന് കൊടുത്തത്. ഇതുപോലെ കഴിഞ്ഞ നാളുകളിൽ അഡ്രസ് തെറ്റി പന്നിക്കൂട്ടത്തിൽ കിടന്നിരുന്ന മകൻ തിരിച്ചു വന്ന് അപ്പാ സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന അധികാരം വീണ്ടും സ്വർഗത്തിലെ ദൈവം അവന് മടക്കി കൊടുക്കുകയാണ്. തെറ്റേറ്റു പറഞ്ഞുപേക്ഷിക്കാൻ ഇന്ന് പകലിൽ എത്ര വ്യക്തിത്വങ്ങൾ ഒരുക്കപ്പെടും? നിന്റെ പഴയ പ്രതാപം,
നിന്റെ പഴയ നന്മ, പച്ചപ്പുഴുവും തുള്ളനും വീട്ടിലും വെട്ടുകിളിയും തിന്നു തീർത്ത സംവത്സരങ്ങളെ മടക്കി തരുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. നിന്റെ പഴയ പ്രതാപത്തിലേക്ക് അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ നടത്തുവാൻ ഇന്ന് പകലിൽ അപ്പൻ ഇവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പനോടൊന്ന് വിളിച്ചു പറ, നിന്റെ മകനാക്കി മാറ്റണമേ. ഫറവോൻ തന്റെ കയ്യിലെ മോതിരമൂരി ആമേശ്വതം ആർക്ക് കൊടുത്തു? യോസഫിന്. അഹശ്വേരോശ് 3-ാം അധ്യായത്തിൽ നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് ആമേശ്വതം ഹാമാന്റെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഹശ്വേരോശ് രാജാവ് ഒരു മോതിരം ഊരി ആർക്ക് കൊടുത്തു? ഹാമാന് കൊടുത്തു. അവൻ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എഴുത്തഴക്കാൻ തുടങ്ങി. എന്നിട്ട് ആമേശ്വതം ഈ അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിലുള്ള ഈ സീല്, ഈ മുദ്ര ചെയ്തുകൊണ്ട് അവനെ നടത്തുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ മോതിരം. ഇന്ന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. സ്തോത്രം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാനസാന്തരപ്പെട്ടു വന്നപ്പോൾ നല്ല വസ്ത്രം ധരിപ്പിച്ച് മോതിരം, അതുകൊണ്ട് മോതിരം പണിയിപ്പിക്കാൻ ഓടുകയാണ്. ആ മോതിരല്ലേ ഈ മോതിരം? നിന്റെ പഴയ പ്രതാപം മുഴുവനും മുടക്കി തരിക. അതുകൊണ്ടാണ് ഈ തെളിവ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ ചിന്താഗതികൾ വരും കേട്ടോ. മക്കളെ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ 2 സെക്ഷനിലായിട്ടുള്ള ഉപദേശങ്ങൾ ഇന്ന് പല മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുക. എന്താ അങ്ങനെ ചെയ്തെന്നാ? കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ നിത്യത പോണം. അറിയാമോ? ബൈബിളിൽ ഇപ്പോൾ മനുഷ്യന്റെ ആഡംബരങ്ങൾ, സ്തോത്രം, ഞാനിവിടെ ഗോൾഡിനോ ഓർണമെന്റ്സിനോ ഒന്നും വിലക്ക് കൽപ്പിക്കാറില്ല. നിങ്ങളുടെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയത്ത് നിങ്ങൾക്കത് ദൈവത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ അങ്ങനത്തെ ഒരു പഠിപ്പിക്കലില്ല, അങ്ങനത്തെ ഒരു ഉപദേശമില്ല, കർശനമായിട്ടുള്ളൊരു അനുഭവമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നും ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നവർക്ക് കർത്തമേശ കൊടുക്കത്തില്ല. ഇവിടെ അങ്ങനത്തെ ഒരു നിയമമേ ഇല്ല. പക്ഷേ സത്യം നിങ്ങളോട് ഞാൻ പറയും. സത്യം നിങ്ങൾ അറിയണം. സ്തോത്രം. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ സ്തോത്രം വായിച്ചേ. വായിച്ചേ മക്കളെ, വേഗത്തിൽ, സമയം തീരുന്നു. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകക്ക് ചൊറി പിടിപ്പിക്കും. അപ്പൊ ഇത് ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ചുരിദാറുകൾക്കൊക്കെ നീളം കുറയുക. എന്തിനു വേണ്ടിയാ? താഴെ കിടക്കുന്ന കാണണം. അല്ലെങ്കിൽ സാരി കുറച്ച് ഞങ്ങൾ പൊക്കി എന്ത് ചെയ്യും? ഉടുക്കും. എന്ത് കാണണം? കാണണ്ടേ? അപ്പൊ നടപ്പിനൊക്കെ എന്തുണ്ട്? തത്തിക്ക് നടക്കുന്നത്. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരെന്ന് പറഞ്ഞ ജാതീയ സ്ത്രീകളല്ല, ആണോ? സിയോൻ പുത്രിമാരുടെ നെറുകൊക്കെ ചോറി പിടിപ്പിക്കും. അവിടെ യഹോവ അവരുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും. അടുത്തത്, അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയാ തത്തി എന്ത് ചെയ്തത്? തത്തി നടന്നത് എന്തിനു വേണ്ടിയാ? അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം. അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവ വസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുരികുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരുവാളിപ്പും ഉണ്ടാകും. അയ്യോ, അന്ന് അവിടെ വരുമ്പോ പാസ് ഇതൊന്നും പറഞ്ഞു തരായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം പ്രിയ മക്കളെ. ഇത് നിങ്ങളുടെ ഉള്ളത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ദൈവവും നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ന്യായവിധി എൻ്റെ മേൽ വരും. നീ അത് പറയണം, പഠിപ്പിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുരികുഴലിന് പകരം കഷണ്ടിയും, ഉടയാടക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. ബ്യൂട്ടി പാർലറിൽ നിന്ന് ബ്യൂട്ടി പാർലറിലേക്ക് കടന്നു പോകുന്ന ആര് നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്ത് സൗന്ദര്യം തുളുമ്പുന്ന പല വ്യക്തിത്വങ്ങൾ അവിടെ വരുമ്പോൾ അയ്യോ ആളെ മനസ്സിലായില്ലല്ലോ, ഇതാളാണെന്ന്. ഏതാള്? അയ്യോ മനസ്സിലാകുന്നില്ലല്ലോ. അന്ന് മുഴുവൻ മേക്കപ്പായിരുന്നു. മേക്കപ്പ് അഴിച്ചു കളയുന്നൊരു സ്ഥലമുണ്ട്.
ആമേ സ്വന്തം മേക്കപ്പ് അഴിച്ചു കളയുന്ന ഒരു സ്ഥലമുണ്ട്. ആമേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മേക്കപ്പ് അഴിച്ചു കളയുന്ന ഒരു സ്ഥലമുണ്ട്. നിന്റെ ഒറിജിനൽ ഫിഗർ വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതിനാ സത്യമായ വചനം ഹൃദയത്തിൽ കൊണ്ടു നടക്കട്ടെ. ആമേ സ്വതം ഇതൊക്കെ നിങ്ങൾ അറിയണം, ദൈവവചനം അറിയണം, ദൈവമക്കളെ അറിയണം. ഹല്ലേലൂയ. ആമേ. അപ്പോ ഇതാണ് സംഭവം കേട്ടോ. മോതിരം ആമേ സീല് ചെയ്യാൻ പറ്റുന്ന മോതിരം ആമേ സ്വതം അവന്റെ കൈ കിടിവിച്ചു. ആമേ നല്ല ചെരിപ്പ്. ആമേ അതിലേക്കൊന്ന് വന്നേ. ആമേ സ്വതം അവിടേക്ക് വന്നതുകൊണ്ട് ഇവിടേക്ക് പോയതട്ടോ. ആമേ സ്വതം ഒന്ന് വായിക്കാം. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവന് ധരിപ്പിപ്പിൻ. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ. തടിച്ച കാളക്കുട്ടിയെ കഴിഞ്ഞ ദിവസം വരെ ഉപ്പും മുളകും ചമ്മന്തിയായിരുന്ന വീട്ടിനകത്ത് ഇന്ന് കഴിക്കുന്നത് ചിക്കനും മട്ടനുമാ. ആമേ നിലവാരം മാറ്റി. കഴിഞ്ഞ ദിവസം ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വണ്ണം ആമേ അങ്ങും ഇങ്ങും നടന്ന നിന്റെ ജീവിതത്തിൽ ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം, ചിലവഴിക്കാൻ നന്മ തന്ന് നടത്തുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് എടുക്കാമോ? ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോകുക. ആമേ സ്വതം മേൽത്തരമായ ആമേ സ്വതം ആമേ അങ്കി കൊണ്ടുവന്ന ഒരു തടിച്ച കാള എന്ത് ചെയ്തു? അറുത്തു. ആമേ സ്വതം മാത്രമല്ല നാം തിന്ന ആമേ കുടിക്ക ആനന്ദിക്ക. അടുത്ത വാക്യം ആമേ സ്വതം കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കാം. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അടുത്തത് അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. എന്തൊക്കെയുണ്ട്? ആ വാദ്യവും ആകാശം സൃഷ്ടിച്ച ദൈവം. ആമേ നൃത്തവും വാദ്യമാണ് പ്രിയമക്കളെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണുനീര് കയ്പുമായിരുന്ന നിന്റെ ജീവിതത്തിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കുന്നത് അപ്പന്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വന്നതുകൊണ്ട് നിരാശ കയറി പോകരുത്. കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല, സകലത നടത്താൻ ദൈവം ശക്തനാ. ആമേൻ. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേ 99 മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ഒരു പാപിയെ കൊണ്ട് ഹല്ലേലൂയ സ്വർഗം സന്തോഷിക്കുകയാ. ഇന്ന് ഏഴാമത്തെ പകൽക്കാലമാ. ഇന്ന് ഏഴാമത്തെ പകൽക്കാലമാ. എന്റെ കുഞ്ഞൻ ദൈവം തന്നെ സ്നേഹിക്കുകയാ. 6 ദിവസം 21 ദിവസം രാവും പകൽ കണ്ണുനീരൊഴുക്കി എന്റെ അപ്പ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താത്തത് എന്താണെന്ന് നീ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാ ഇന്നെല്ലാം കൂടി ചേർത്ത് പരിശുദ്ധ ദൈവം നിനക്ക് തരുന്നത്. വെള്ളം വരവ് തടസ്സമായി പോയത് അകത്ത് കീടം കയറിയത് കൊണ്ട്, അകത്ത് കരട് കയറിയത് കൊണ്ട്. ടാപ്പ് തുറന്നിട്ടും വെള്ളം വരുന്നില്ല, കാത്തിരുന്നിട്ടും വെള്ളം വരുന്നില്ല. ഇന്ന് പകൽക്കാലം ആ കീടമൊന്ന് മാറ്റി, ആ കരടൊന്ന് നീക്കി. അപ്പന്റെ അടുക്കലേക്ക് ഒന്ന് അടുക്കാമോ? നിനക്ക് വേണ്ടി അപ്പനൊന്നും ചെയ്തു തന്നിട്ടില്ലേ? ആദ്യ നാളുകളിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്ക. അന്ന് നീ ചോദിച്ചതൊന്നും നിഷേധിക്കാതെ അപ്പ തന്നതല്ലേ? എപ്പോഴാ അത് ബ്ലോക്കായി പോയത്? എപ്പോഴാ അതിന് തടസ്സം വന്നത്? നിന്റെ ജീവിതത്തിലെ കൈക്കലെ പ്രവൃത്തിയുടെ ദോഷ നിമിത്തമല്ലേ? ഹൃദയത്തിലെ ദോഷ ചിന്തകൾ നിമിത്തമല്ലേ? ഇന്ന് ഏഴാമത്തെ പകലിൽ പരിശുദ്ധാത്മ പറയുന്നൊന്ന് മടങ്ങി വരാമോ? നിന്റെ പഴയ പ്രതാപവും പുതിയ തലവും പരിശുദ്ധ ദൈവം തുറന്നു തന്ന് നടത്താൻ പോകുകയാണ്. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, മുദ്ര, അധികാരം, ചെരുപ്പ്, ശ്രേഷ്ഠത പരിശുദ്ധ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തെ കൽപ്പിക്കുകയാണ്. തലകളെ വണക്കിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പല വഴികളും അടഞ്ഞു കിടക്കുകയാ പാസ്റ്ററെ. പല വഴികളും ആഗ്രഹിച്ചിട്ടും തുറക്കാൻ ഇതുവരെയും സാധിക്കുന്നില്ല. ഞങ്ങൾ കുടുംബമായി, മക്കളടക്കം, ഭാര്യയടക്കം, മാതാപിതാക്കളടക്കം, കുഞ്ഞുങ്ങളടക്കം തള്ളിയിട്ടും ഇരുമ്പ് വാതിൽ പോലെ നിൽക്കുകയാ. അത് മാറുന്നില്ല. ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഇന്ന് നിന്റെ ഹൃദയത്തിനൊരു മാറ്റം വരുത്താമോ? ചിലത് മാറ്റാൻ പോകുകയാ. നിന്റെ ബുദ്ധി കൊണ്ടല്ല, നിന്റെ ജ്ഞാനം കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ തികവ് കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്. എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എനിക്കൊരു വിടുതൽ ആവശ്യമാണ് കർത്താവേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ കരമൊന്ന്
അമ്മ നെഞ്ചോടൊന്ന് ചേർത്ത് വെക്ക. അമിശ്വതം അടഞ്ഞു കിടക്കുന്ന വഴികൾ പരിശുദ്ധ ദൈവം ഇന്ന് തുറക്കാൻ പോവുകയാ. ആത്മീക അനുഗ്രഹമാണോ? എനിക്കൊരു ആത്മീക അഭിഷേകം വേണം. ചില ദിവസങ്ങളായി ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പം തരുമെന്നൊരു ഉറപ്പ് എന്റെ അകത്തളത്തിൽ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ ഇന്ന് സ്വർഗത്തിലത് ഭൗതികമായൊരു നന്മയാണോ? അമിശ്വതം നാളുകൾക്ക് മുമ്പേ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാ. കടങ്ങളെല്ലാം മാറിയതാ, കടങ്ങളെല്ലാം തീർന്നു പോയതാ. ഇന്ന് ഞാൻ കടക്കിണിയില്ല. ഇന്ന് എന്റെ ജീവിതം നരകതുല്യമാ. എനിക്കൊരു മാറ്റം വേണം കർത്താവേ. ഹല്ലേലൂയ. അടച്ചു വെച്ചിരിക്കുന്ന ചില വഴികളെ തുറക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് കേട്ട വചനപ്രകാരം കരടോ ആമിശ്വത അകത്തളത്തിൽ കിടക്കുന്ന എന്തെങ്കിലും ചിന്തകളോ മാറിപ്പോകാത്ത എന്തെങ്കിലും ദോഷപ്രവൃത്തികളോ ആയിട്ടാണ് അങ്ങയുടെ മക്കൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ആമേശ്വതം അതിനെ മാറ്റിക്കൊണ്ട് നിഷ്കളങ്ക ഹൃദയത്തോടെ കൈമാറോട് ചേർത്ത് വെച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മനോഭാവം കണ്ടുകൊണ്ട് ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അടഞ്ഞ വഴികളെല്ലാം തുറന്നു വരട്ടെ. പുതുവഴികൾ തുറന്നു വരട്ടെ. പുതിയ വാതിലുകൾ തുറന്നു വരട്ടെ. ആർക്കും അടക്കാതെ പറ്റാതെ വണ്ണം തുറക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അനുകൂലമായി വെളിപ്പെടട്ടെ. നിറഞ്ഞ ഹൃദയത്തോടെ ഒരു ഉറപ്പ് കൊടുത്ത് പരിശുദ്ധ ദൈവ മക്കളെ മടക്കി അയക്കണം. കൃപ കൊണ്ട് പൊതിയണം. തിരുസാന്നിധ്യത്തിൽ കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ.